തിരുമൂലദേവന്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ കാണ്ഡത്തിൻ്റെ പേര് പഞ്ചേന്ദ്രിയ നിഗ്രഹം എന്നാണ്. 5 ഇന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, പിന്നെ രസന, ഈ 5 അവയവങ്ങൾ, ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണുകൊണ്ട് നാം കാഴ്ച കാണുന്നു, ത്വക്കുകൊണ്ട് സ്പർശസുഖം അനുഭവിക്കുന്നു, പിന്നെ അതുകൊണ്ട് രസന കൊണ്ട് നാം രുചി അറിയുന്നു, മൂക്ക് കൊണ്ട് ഗന്ധം അറിയുന്നു. അപ്പോൾ അങ്ങനെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നാം ഈ ബാഹ്യ വിഷയങ്ങളെ ആസ്വദിക്കുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, ചെവി, അതേപോലെ ത്വക്ക്, രസന, ഈ 5 ഇന്ദ്രിയങ്ങൾ നമ്മുടെ ജീവിതത്തെ സമഗ്രമായി ഭരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നാം സത്യത്തിൽ സാധാരണ മനുഷ്യരായ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെയാണ് പാഞ്ഞു പോകുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ മുന്നോട്ടേക്ക് നയിച്ചാൽ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ മനഃശക്തിയെ പ്രദാനം ചെയ്യും. ഇതേ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയാൽ പടുകുഴിയിൽ വീഴുകയും ചെയ്യും. അപ്പോൾ ഒരർത്ഥത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ നാശത്തിന് കാരണമാണ്. അതേപോലെ തന്നെ നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിനും പഞ്ചേന്ദ്രിയങ്ങൾ സഹായകമാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നാം ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ കാര്യത്തിൽ വളരെയേറെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്നത് പഞ്ചേന്ദ്രിയ നിഗ്രഹം എങ്ങനെ നടത്താൻ പറ്റും, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ ഒതുക്കാൻ പറ്റും. സാധാരണ കണ്ണിൻ്റെ പിന്നാലെയാണ് നാം പാഞ്ഞു പോകുന്നത്, കണ്ണിൻ്റെ പിന്നാലെയാണ് മനസ്സ് പോകുന്നത്. അതേപോലെ തന്നെ മൂക്കിൻ്റെ ഗന്ധത്തിൻ്റെ പിന്നാലെയാണ് മനസ്സ് പോകുന്നത്. രസനയുടെ പിന്നാലെയാണ്, രുചിയുടെ പിന്നാലെയാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും പഞ്ചേന്ദ്രിയങ്ങൾ നയിക്കുന്ന വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിനെ ഒഴിവാക്കി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മുടെ വരുതിയെ നിർത്തുക, അതിനാണ് പഞ്ചേന്ദ്രിയ നിഗ്രഹം എന്ന് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ അമിതമായ പാച്ചിലിനെ ഒതുക്കി നിർത്തുന്നതിനെയാണ് ഇവിടെ നിഗ്രഹം എന്ന പദം കൊണ്ട് തിരുമൂലദേവൻ സൂചിപ്പിക്കുന്നത്. നിഗ്രഹം എന്ന് വെച്ചാൽ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ നാം വേണ്ട പോലെ നയിക്കണം. നമ്മുടെ മനസ്സാകുന്ന ആ കുതിരയുടെ കടിഞ്ഞാണുകളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. ആ കടിഞ്ഞാണുകളെ വേണ്ട പോലെ ഉപയോഗിച്ച് നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. എല്ലാ മഹാ ഇതിഹാസ കൃതികളും ഭാരതീയ ഇതിഹാസ കൃതികളും പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ ഒതുക്കി നിർത്തണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം മഹാഭാരതം തന്നെയാണ്. മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ ഒരു ഗീതയുണ്ട്, വ്യാധഗീത എന്നാണ് ഗീതയുടെ പേര്. വേദഗീതയുടെ പൊരുൾ എന്ന് പറയുന്നത് സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള ഡെഫിനിഷനാണ്. എന്താണ് സ്വർഗം, എന്താണ് നരകം എന്ന് അതിൽ ഇതിഹാസകർത്താവ് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കി നിർത്തിയാൽ അതാണ് സ്വർഗം. പഞ്ചേന്ദ്രിയങ്ങളെ അതിൻ്റെ പാച്ചിലിന് വിടാതെ അതിനെ ഒതുക്കി നിർത്തണം. അങ്ങനെ ഒതുക്കി നിർത്തിയാൽ, അതായത്
ബാഹ്യ വിഷയങ്ങളിലേക്ക് അത് കടന്നു പോകാതെ ആന്തരികമായ ഭാവത്തിലേക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളെ മാറ്റണം. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കി നിർത്തിയാൽ അതാണ് സ്വർഗം. പിന്നെ നരകം എന്ന് പറയുന്നതിനെ കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളെ വിടർത്തി നിർത്തിയാൽ അതാണ് നരകം. പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോയാൽ, ഇപ്പോൾ കണ്ണിൻ്റെ സുഖത്തിന് വേണ്ടി കാഴ്ചകൾ കാണുക, ദുഷ്ടക്കാഴ്ചകൾ അല്ലെങ്കിൽ മനസ്സിനെ നശിപ്പിക്കുന്ന ചീത്തയാക്കുന്ന കാഴ്ചകൾ കണ്ണിന് വേണമെങ്കിൽ കാണാം. ആ കണ്ണിന് അതേസമയം തന്നെ ഈശ്വര ദർശനവും കണ്ണിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വര ദർശനവും അതേപോലെ ദുഷ്ടദർശനവും ഒരേപോലെ കണ്ണിന് നമുക്ക് നൽകാൻ പറ്റും. ആ ദുഷ്ടദർശനത്തെ ഒഴിവാക്കി ഈശ്വര ദർശനത്തിലേക്ക് കണ്ണിനെ പായിക്കുക. അതുപോലെ ചെവി, ശബ്ദം, നമുക്ക് ഈശ്വര ശബ്ദം, നാദം നമുക്ക് കേട്ട് നമുക്ക് സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നാദബ്രഹ്മത്തിലൂടെ സാക്ഷാത്കാരത്തിലേക്ക് ചെല്ലാൻ പറ്റും. ഈ ശബ്ദം തന്നെ നമ്മളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. രസകരമായ ഒരു കഥയുണ്ട്. അതായത് ഭാഗവതത്തില് 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അതില് മാനിനെ പിടിക്കുന്ന രീതിയെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. മാനിന് ഈ ശബ്ദം, ഗാനം, അതിൻ്റെ സംഗീതത്തോട് വളരെയേറെ അഭിരുചിയുണ്ട്. അപ്പോൾ ഈ സംഗീതം പൊഴിക്കുമ്പോൾ ആ സംഗീതം പൊഴിക്കുന്ന സ്ഥലത്തേക്ക് ഈ മാൻ നടന്ന് ചെല്ലും. അങ്ങനെ മാനിന് വേണ്ടി ആ വല വിരിക്കുകയും ആ വലയിൽ മാൻ കുരുങ്ങുകയും ചെയ്യും. അപ്പോൾ മാനിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നത്, ഈ ചെവിയുടെ പിന്നാലെ, ശബ്ദത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോയാൽ അത് നമ്മെ അപകടത്തിലേക്ക് നയിക്കും. മാനിനെ പോലെ മാൻ ബന്ധനസ്ഥനാക്കപ്പെടുന്നു, അത് വലയിൽ കുരുങ്ങുന്നു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക്, നാദം കേട്ട സ്ഥലത്തേക്ക്, സംഗീതം കേട്ട സ്ഥലത്തേക്ക് ഈ മാൻ ഓടിച്ചെല്ലുന്നു. അങ്ങനെ മാൻ വലയിൽ കുരുങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ശബ്ദത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോകുന്നതുകൊണ്ട് സംഭവിക്കുന്ന നാശം, ഈ നാശത്തെക്കുറിച്ചാണ്, ഈ നഷ്ടത്തെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കി നിർത്തണം, നിഗ്രഹിക്കണമെന്ന് നമ്മളോട് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ മനുഷ്യ ജീവിതം പാഴായി പോകും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ വളരെ ശ്രദ്ധിക്കണം. അത് അപകടകാരികളാണ്, അതേസമയം മോക്ഷദായകങ്ങളുമാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ ബാഹ്യ വിഷയങ്ങളിലേക്ക് കടന്നു പോകാതെ അതിനെ ഉള്ളിലേക്ക് തിരിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലേക്ക് എത്തിക്കണം. അത് ശിവബോധമാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ ശിവബോധത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് തിരുമൂലദേവൻ ഈ കാണ്ഡത്തിൽ നമ്മളോട് പറയുന്നത്. ദാ നോക്കൂ, ഇന്ദ്രിയങ്ങളെ ദുർമാർഗം വിട്ട് സന്മാർഗത്തിൽ അടക്കുന്നത് അല്ലാതെ അവയ്ക്ക് വൃത്തി ഇല്ലായ്മ ചെയ്താണ് എന്നോതുപോരറിവ് വെടാത്തോർ ഇല്ലായ്മയെ ചെയ്യുന്നോർ ചത്ത പോലിരുന്നിടും. അപ്പോൾ എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? ഇന്ദ്രിയങ്ങളെ ദുർമാർഗം വിട്ട് സന്മാർഗത്തിലേക്ക് നയിക്കണം. അതായത് 2 മാർഗമുണ്ട്, ചീത്ത മാർഗമുണ്ട്, നല്ല മാർഗമുണ്ട്. ഈ ഇന്ദ്രിയങ്ങളെ എപ്പോഴും നല്ല മാർഗത്തിലേക്ക്, കണ്ണിന് നല്ല കാഴ്ചയിലേക്ക്, ചെവിക്ക് നല്ല നാദത്തിലേക്ക് നയിക്കുക. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയങ്ങളെ ദുർമാർഗം വിട്ട് സന്മാർഗത്തിൽ ചേർക്കണം. അങ്ങനെ അവയ്ക്ക് വൃത്തി ഇല്ലായ്മ ചെയ്യണം. അവയുടെ ബാഹ്യ വിഷയങ്ങളിലേക്കുള്ള ആ പാച്ചിലിനെ ഇല്ലാതാക്കണം. എന്നിട്ട് അതിനെ നിയന്ത്രിക്കണം. അപ്പോൾ തിരുമൂലദേവൻ പറയുന്നത്, പഞ്ചേന്ദ്രിയങ്ങളെ ബാഹ്യ വിഷയങ്ങളിലേക്ക് പാഞ്ഞു പോകാതെ അതിനെ സന്മാർഗത്തിലേക്ക് നയിക്കുക. എങ്ങനെ? അറിവാകും ആ കുശത്താൽ ഇന്ദ്രിയവാരണങ്ങൾ
വശമായി തനിക്ക് നിൽക്കുമെന്നാക്കി വച്ചിടേണം. അങ്കുശത്തിങ്കൽ നിന്ന് തപ്പിയോടും ഗജം പോൽ ഇന്ദ്രിയങ്ങളും പാർത്താൽ നാശങ്ങളേറെയുണ്ടാവും. അങ്കുശം, ആ തോട്ടി കൊണ്ട് എപ്രകാരമാണോ ഗജത്തെ, ആനയെ നിയന്ത്രിക്കേണ്ടത്, അതേപോലെ തോട്ടി മനസ്സംയമനം കൊണ്ട് ഈ ഗജത്തെ, അതായത് പഞ്ചേന്ദ്രിയമാകുന്ന ആ ആനകളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളായ ആനകളെ നിയന്ത്രിക്കണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ എങ്ങനെയാണ്? അറിവാകും കുശത്താൽ, അറിവ് കൊണ്ടാണ്, ബോധം കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അറിവ് ഉദിച്ചാൽ അത് ഇന്ദ്രിയങ്ങളുടെ അങ്കുശമായി തീരും. അപ്പോൾ അറിവ് നേടുക, അറിവ്, ബോധം ജനിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കാൻ കഴിയും. അതേവരെ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആ ബഹിർമുഖമായി സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അടക്കുന്ന തോട്ടിയാണ്, ഇന്ദ്രിയങ്ങളാകുന്ന ആനകളെ നിയന്ത്രിക്കുന്ന തോട്ടിയാണ് അറിവ്. അപ്പോൾ അറിവ് സമ്പാദിക്കുക, അറിവ് എന്നുള്ള ബോധം, അതായത് ശിവബോധം നേടിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി അടങ്ങുക തന്നെ ചെയ്യും. ഇന്ദ്രിയങ്ങൾ അവയുടെ പ്രഭവസ്ഥാനമായ ശിവബോധത്തിൽ ലയിക്കും. ആ ശിവബോധത്തിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സാധകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. അറിവ് ആനകളെ പോലെ മതോന്മത്തമായി ബാഹ്യലോകത്തിലേക്ക് ഈ ഇന്ദ്രിയങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഹ്യമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളാകുന്ന ആനകളെ അറിവാകുന്ന തോട്ടി കൊണ്ട് നിയന്ത്രിക്കുക. അറിവ് ബോധമാണ്. ആ ബോധം, ശിവബോധം ജനിക്കുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ ബാഹ്യവിഷയങ്ങളുടെ പാച്ചിൽ അവസാനിക്കുകയും അത് ആന്തരികമായി അതിൻ്റെ ഉത്ഭവസ്ഥാനമായ ശിവബോധത്തിൽ ലയിച്ചു ചേരുകയും ചെയ്യും. ഇതാണ് തിരുമൂലദേവൻ ഈ 2 പാടലുകളിൽ നമ്മളോട് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.